വാളപ്പുളിങ്കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇതൊരു 10 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് വേണം. പിന്നെ ഒരു 3 കറിവേപ്പില തണ്ട് വേണം. ഒരു പച്ചമുളക് വേണം. 3 സ്പൂൺ മുളക് പൊടി വേണം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. 2 സ്പൂൺ നമുക്ക് മല്ലിപ്പൊടി വേണം. ആവശ്യത്തിന് ഉപ്പ് വേണം. പുളിങ്കറിക്ക് ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുളിയാണ്. അപ്പോൾ ഇത് വാളംപുളിയാണ്. ചിലവർ പറയും തോട്ടുപുളി എന്നൊക്കെ പറയുന്ന ടൈപ്പാണ്. അപ്പം അത് നമുക്ക് ആവശ്യത്തിന്, അതായത് ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലെടുത്ത് ചെറു ചൂടുവെള്ളത്തിൽ പിഴിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന നീരാണ്. ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴാണ് കുറച്ച് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. ആദ്യം കറി ചട്ടി വയ്ക്കുക. എന്നിട്ട് അതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ചട്ടി അപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ആവശ്യത്തിന്. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കൊച്ചുള്ളി ഇട്ട് മൂപ്പിക്കാം. എണ്ണ നന്നായി ചൂടായി. അപ്പോൾ നമുക്ക് കൊച്ചുള്ളി ഇട്ടു. ഇനി നന്നായിട്ടിത് ചുവക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മൂത്ത് വരണം. ഈ വാളപ്പുളിങ്കറി എന്ന് പറയുമ്പോൾ നമുക്ക് കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് തേങ്ങ അരച്ച കറിയേക്കാൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 4 കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കീറി വെച്ചേക്കുന്ന പച്ചമുളകും കൂടി ഇട്ട് ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരു ചെറുതായിട്ടൂടെ ഒന്ന് മൂത്താൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ പൊടികളെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. പൊടി ചേർത്ത് കൊടുക്കാറായിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, ഇതിനകത്ത് മുളക് പൊടി ചേർത്തിട്ടുണ്ട്, മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്, ഉപ്പ് ചേർത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇത്ര ഉലുവാപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ബാലൻസ് കറിവേപ്പില. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പുളിവെള്ളം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യും. അപ്പോൾ കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി വാള ഇട്ട് കൊടുക്കാം. ഒന്ന് മുങ്ങിക്കിടക്കണം. എന്നിട്ട് ഇതൊന്ന് വറ്റിയൊന്ന് വരണം. വാളപ്പുളിങ്കറി തയ്യാറായിട്ടുണ്ട്. ഇത് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. വാളപ്പുളിങ്കറി നന്നായിട്ട് തയ്യാറായിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് ഈ അരപ്പെല്ലാം പിടിച്ച് നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്